ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അധികം ഞാൻ ഫുഡിൻ്റെ വീഡിയോ ആണ് കേട്ടോ, ലോങ് വീഡിയോ ആയിട്ട് ഇടല്ലോ. ഇന്ന് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഞാൻ ഇടുന്നത്. നമ്മളിന്ന് തോട്ടിലേക്ക് പോവാണ്. നമ്മുടെ തറവാടാണിത്. തറവാട്ടിലുള്ള ആടെല്ലൊക്കെ ഉണ്ട് തറവാട്ടിൽ. നമ്മൾ തോട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളെല്ലാം കൂട്ടിയിട്ട് പോവാണ്. ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മക്കളെയൊക്കെ കൂട്ടിയിട്ട് പോവാണ്. ഇതാണ് നമ്മുടെ തറവാട്ടിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകണം തോട്ടിലേക്ക്. ഈ വയ്യൊന്നും എനിക്ക് അത്ര പരിചയം കുറവാണ്, എന്നാലും ഇപ്പം ഓക്കെ ആയി. ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ എൻ്റെ ഉപ്പാൻ്റെ നാട്ടിലാണ്, അങ്ങ് മട്ടന്നൂർ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടെ അത്ര സ്ഥലങ്ങളൊന്നും അങ്ങനെ അറിയില്ല. അപ്പോൾ ഞാൻ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് നമ്മൾ തോട് ഉള്ളതുകൊണ്ട് നമ്മൾ തോട്ടിലേക്ക് പോവാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ നല്ല പോലെ വെള്ളത്തിലൊക്കെ കളിച്ച് തോട്ടിലൊക്കെ കളിച്ചിന്. അപ്പോൾ ഈ കൊല്ലം നമ്മൾ എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. അപ്പോൾ തോട്ടിൽ പോകാൻ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പൂതിയുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ വിളിച്ചിട്ട് നമ്മളങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ കുറേ എത്താത്തമാരുണ്ട്. അപ്പോൾ അവരൊന്നും വരുന്നില്ല, ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ രാവിലെ ഇറങ്ങിയതായിരുന്നു പോകാമെന്ന് വിചാരിച്ചിട്ട്. നോക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ടൈം അങ്ങനെ പോയി. അപ്പോൾ ഇറങ്ങാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ അവരില്ല. അപ്പോൾ ഇപ്പോൾ കുട്ടികളെ കൂട്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി. അപ്പോൾ എനിക്ക് കുറേ സ്ഥലങ്ങളൊന്നും അറിയില്ലേനു. അപ്പോൾ ഇവരെ കൂട്ടിയിട്ട് കുറേ സ്ഥലത്ത് നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടേനും. അപ്പോൾ നമ്മളാരും വെള്ളത്തിലൊന്നും ഇറങ്ങിയിട്ടില്ല. ഫുള്ള് കാട് പിടിച്ച് പണിയായിട്ടുള്ളത്. അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാത്തതുകൊണ്ട് ഇങ്ങനെ കാലൊക്കെ ഇട്ട് ഇങ്ങനെ കളിക്കുന്നതിന്. അപ്പോൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ മൂത്താപ്പ കൊണ്ടുവന്ന കടല ഉണ്ടേനും. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് കടല കഴിച്ചു. പിന്നെ കുറേ ഇങ്ങനെ കാട് പിടിച്ച് നിന്നുകൊണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറേ കാടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിച്ചിന്. കാടില്ലാത്തതുകൊണ്ട് നല്ലപോലെ എൻജോയ് ചെയ്തിന്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയുക, ആരും ഇറങ്ങിയിട്ടൊന്നുമില്ല, ഇങ്ങനെ കാലിട്ട് കളിക്കിയതിന്. ഇന്ന് എമ്മും ഇല്ല കേട്ടോ. കാരണം എമ്മ ഉപ്പാപ്പൻ്റെ കൂടെ പോയിട്ടാണുള്ളത്. ഉമ്മാനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ എമ്മും ഇല്ല. അപ്പോൾ എമ്മ ഈ വീഡിയോ കണ്ടപാട് ഫുള്ള് കുലുമാലായിരുന്നു. എൻ്റെ മുടിയൊക്കെ പിടിച്ച് പണിയാക്കിയതിന് ഓനെ കൂട്ടാണ്ട് പോയുണ്ട്. കാരണം ഓനെ കൂട്ടാണ്ടൊന്ന് ഈ വക സ്ഥലത്തൊന്നും എവിടെ ഞാൻ പോക്കില്ല. സാധാരണ എല്ലാവരും ഓനെ കൂട്ടിയിട്ട് തന്നെ പോക്ക്. അപ്പോൾ ഇവിടെ കുറേ സ്ഥലമുണ്ട്, കുറച്ച് ഭാഗങ്ങൾ എനിക്ക് അറിയൂ. അപ്പോൾ കുട്ടികളെല്ലാവരും കൂടിയിട്ട് എന്നെ കൂട്ടിയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലം ഇങ്ങനെ കാണിച്ചു തരലാണ് ഓരോ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരിലെ ചില ആൾക്കാരിലെ രണ്ടാൾക്കാരായിട്ട് ഞാൻ കണ്ടിന് മീൻ പിടിക്കാൻ വേണ്ടി. മീനുണ്ടേനു എൻ്റെ അടുത്ത്. അപ്പോൾ ഇങ്ങനെ ചൂണ്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മീൻ പിടിക്കുന്നുണ്ടേനു. ഈ ഒരു ഇല ഈ ഇലയാണ് കൂടുതലായിട്ട് വെള്ളത്തിലുള്ളത്. അപ്പോൾ ഇറങ്ങാൻ ഭയങ്കര പേടി. പാമ്പങ്ങനെ ഉണ്ടെങ്കിലോ കാണുമെങ്കിൽ ഭയങ്കര പേടിയാണ് പാമ്പിനെ. പിന്നെ ഞണ്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഞണ്ടിലിങ്ങനെ നോക്കലാണ്, അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ക്യാമറയിൽ അങ്ങനെ കിട്ടിയിട്ടില്ല ഞണ്ടിനെ. അപ്പോൾ ഉണ്ടേനോ അതിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ തീരെ വെള്ളത്തിലിറങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര പേടിയായി. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഫുള്ള് കാട് പിടിച്ചിട്ടാണ്. നമ്മളെ ഇതിൽ കൂടി നമ്മളെ അമ്മായിൻ്റെ വീട്ടിൽ ഇതിൽ കൂടെ തന്നെ കയറാം. നമ്മളെ ഇവിടെ ഒരു പാർക്കുണ്ട്, കായലോടെ ഒരു പാർക്ക് ഭയങ്കരമായിട്ട് ഫേമസ് ആയതാണ്. ആ ഇതിൽ കൂടെ നമുക്ക് ഇങ്ങനെ കയറാനേ ഉള്ളൂ. നമ്മളിവിടെ അടുത്ത് തന്നെയാണ്. പിന്നെ ഇത് നമ്മളെ പാത്തു, മിച്ചൂസ്, നെജ, പിന്നെ ചിപ്പു എല്ലാം ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മക്കളാണ്. പിന്നെ ഏട്ടത്തിൻ്റെ വേറെ മക്കളാണ്. ഏട്ടത്തിൻ്റെ മക്കൾ വന്നിട്ടില്ല, 2-3 തവണ. കാരണം വരാൻ പറ്റിയിട്ടില്ല, ലേറ്റായിന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല ആരും. അവരെല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും ഉണ്ടാകലുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും വെള്ളത്തിൽ കീയലുണ്ട്, നല്ല കളിയായിരിക്കും. എനിക്ക് ഇതുവക എന്താ പറയുക, ഈ കുട്ടിക്കാലത്തൊന്നും ഇതുവക എന്താ പറയുക ഈ ഒരു അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാട്ടിൽ കളിക്കുക, ഇങ്ങനെ തോട്ടിൽ പോകുക, ഇതൊന്നും എനിക്ക് ഈ ഒരു അനുഭവങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം എന്നെ ഒരു സ്ഥലത്ത് മുറ്റത്ത് ഇറങ്ങാൻ വേണ്ടി വിടൂല ഉമ്മ, ഏടി പോകാൻ വിടൂല. കാരണം സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തുക, പിന്നെ ഉമ്മ ഉണ്ടെങ്കിൽ ഏടി പോകാൻ വിടലില്ല. ഇങ്ങനെ ആരിങ്ങനെ ചങ്ങായിമാരായിട്ട് ഇങ്ങനെ കാട്ടിപ്പോയി കളിക്കുക, മണ്ണിൽ കളിക്കുക, ഇതെല്ലാം കളി ഞാൻ കുറച്ച് കുറവാണ്. ഇങ്ങനത്തെ കളിയെല്ലാം ഞാൻ അധികം കളിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും സത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്കിതെല്ലാം ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്, വെള്ളത്തിൽ കളിക്കൽ, ഇങ്ങനെ കാട്ടിൽ കൂടെ നടക്കൽ. ഇതെല്ലാം എനിക്ക് ഭയങ്കര എൻജോയ്മെൻറ്റാണ്. കാരണം ഭയങ്കര ഹാപ്പിനെസ്സും കൂടിയാണ്. അപ്പോൾ കുട്ടികളെ കുറേ സ്ഥലം ഇനിയും കാണാനുണ്ട് എന്ന് പറഞ്ഞിട്ട്, പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്ന ടൈമിൽ കുറച്ച് സ്ഥലം മാത്രമേ ഞാൻ തോട്ടിലൊക്കെ കയറിയിട്ട് കളിച്ചിട്ടുള്ളൂ. അപ്പോൾ കുറേ സ്ഥലം ഇനിയും കാണാനുണ്ട്. അപ്പോൾ ഇനിയും കുറേ സ്ഥലമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാട്ടിൽ കൂടെ എല്ലാം കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നുണ്ട് പാമ്പുണ്ടാവും എന്നെല്ലാം പറഞ്ഞിട്ട് ഒന്നുമില്ല, എല്ലാം ഓക്കെയാന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട്, എന്നാലും കുറച്ച് പേടിയുണ്ട്. കാരണം കാട്ടിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട്, പാമ്പ് അങ്ങനെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഓക്കെയാണ്, ഇവർ ഭയങ്കര സപ്പോർട്ടാണ് കുട്ടികൾ. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ പോയി കണ്ട ഒരു ഇല ഇങ്ങനെ ആ സമയത്താണ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പിടച്ച് കളിക്കുന്നത്. അപ്പോൾ കുട്ടികൾ പറയാം പ്രേതം എടുക്കും അത്.
അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോക്ക് വേണ്ടി പിന്നെയും നമ്മൾ ഈ സ്ഥലത്തൊക്കെ വന്നിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. വേണ്ട ഈ ഇല ഉണ്ടാവും ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ നിന്നിട്ടുള്ളൊരു ഇലയാണ്. അപ്പോൾ ഇങ്ങനെ അത് എടുത്തിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തിന് വീഡിയോക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇലേൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. ചെറുതിലേ കാണുന്നുണ്ടായ ഇല എന്തോ പറയും, പക്ഷെ എനിക്ക് കിട്ടുന്നില്ല അതിൻ്റെ പേരെന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫോട്ടോ വേണ്ടി കുറേ ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എടുത്ത് പിന്നെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറേ സ്റ്റാൻഡ് ഇങ്ങനെ തപ്പി നടന്ന് നോക്കുമ്പോൾ സ്റ്റാൻഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഓലൻ്റെ ഇങ്ങനെ തണ്ടുണ്ടല്ലോ അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ മേലെ കൂടി ഇങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ടേനു. അപ്പോൾ ആരും ഇറങ്ങിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ കാടലൊക്കെ ആയിട്ട് കുറേ ഇത് മൊത്തം തോടാണ്. പക്ഷെ ആരും ഇറങ്ങിയിട്ടില്ല, പേടിയായിട്ട് ശരിയായിട്ട് വൃത്തിയായിട്ടില്ല. ഇനി അടുത്ത ആഴ്ച നമുക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ഉണ്ട്, എല്ലാം സെറ്റാക്കിയിട്ട് എല്ലാവരും കൂട്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ച് പോവാണ്, നമ്മൾ തറവാട്ടിലേക്ക് കയറാണ്. അതിൻ്റെ തൊട്ട് കുറച്ച് അങ്ങോട്ട് തന്നെയാണ് എൻ്റെ വീടും. അപ്പോൾ നമ്മൾ തറവാട്ടിലേക്ക് ഇങ്ങനെ കുന്ന് കീറി പോകണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ പോവാണ്. നമ്മൾ തറവാട്ടിൽ ആടും പശുവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പശുവില്ല, പശുവിനെ കൊടുത്ത് ആടൊക്കെ ഉണ്ട്. നമ്മളിത്ത നോക്കുന്നതാണ് ഉമ്മാൻ്റെ രണ്ടാമത്തെ ഏട്ടത്തി. ഇത് നമ്മളെ ഷാസു വാവയാണ്. വാവനെ കുറച്ച് സമയം കളിച്ച് നമ്മളിവിടെ നിന്ന് തറവാട്ടിൽ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് പോയത്. അപ്പോൾ രാവിലെ മുതലേയുള്ള പ്ലാനായിരുന്നു ഇങ്ങനെ പോകണമെന്നുള്ളത്. അപ്പോൾ ഇന്നത് സാധിച്ചു. ഇതാണ് നമ്മളെ തറവാട്. ഇതാ ഇപ്പറുള്ളത് എൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ വീടാണ്, മോളെ വീട്. അപ്പോൾ ഞാനും നജിയും കൂടി തിരിച്ചു. എൻ്റെ വീടും എൻ്റെ ഉമ്മാൻ്റെ വേറൊരു ഏട്ടത്തിൻ്റെ മോളെ വീടും എൻ്റെ വീട്ടിൻ്റെ തൊട്ടിപ്പുറം തന്നെയാണ്. അപ്പോൾ നമ്മളിതാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ താറിട്ടിട്ടില്ല, താറ് പാസ്സായിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ കുന്ന് കയറൽ കുറച്ചൊരു ടാസ്ക്കാണ്. അപ്പോൾ നേരത്തെ അത്ര ടാസ്ക് ഇല്ല, അതിൻ്റെ കുറച്ച് കുറവാണ് ടാസ്ക്. നമ്മളെ വീട് എത്താനായിട്ടുണ്ട്. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.